കൊച്ചുകുട്ടികളുള്ള മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്ക് മക്കളുടെ കഴുത്തിലും കാതിലും സ്വർണ്ണാഭരണങ്ങൾ അണിയുന്ന രീതി നമുക്കുണ്ടല്ലേ. എന്നാൽ സ്വർണത്തിന് പൊന്നും വിലയായതോടെ അല്പം ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ പല അപകടങ്ങളും സംഭവിക്കാം. വയനാട് മാനന്തവാടിയിൽ മാതാപിതാക്കളുടെ കൺമുന്നിൽ വീട്ടുമുറ്റത്ത് കളിച്ചു കൊണ്ടിരുന്ന 4 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയത് സ്വർണം മോഷ്ടിക്കാനാണ്. പെൺകുട്ടിയെ രാത്രി സ്കൂട്ടറിൽ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതിയെ പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി. പടിഞ്ഞാറത്തറ സ്വദേശി ജിഹാസാണ് അറസ്റ്റിലായത്. കമ്മൽ ഊരിയെടുക്കാനുള്ള ശ്രമം ചെറുത്തതോടെ കുട്ടിയെ വീട്ടിൽ നിന്നും 7 കിലോമീറ്റർ അകലെയുള്ള റോഡിൽ ഉപേക്ഷിച്ച് പ്രതി കടന്നു കളയുകയായിരുന്നു. കഞ്ചാവ് കൈവശം വെച്ചത് അടക്കമുള്ള നിരവധി കേസുകളിൽ പ്രതിയാണ് പിടിയിലായ ജിഹാസ്. മാനന്തവാടി ദ്വാരകയിലെ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശനിയാഴ്ച രാത്രിയാണ് 4 വയസ്സുകാരിയെ കാണാതായത്. 2 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ 7 കിലോമീറ്റർ അകലെ തരുവണയിലെ റോഡരികിൽ വെച്ച് നാട്ടുകാർ കുട്ടിയെ കണ്ടെത്തി. ദ്വാരകയിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള സ്ഥലത്ത് കുട്ടി എങ്ങനെ എത്തിപ്പെട്ടുവെന്ന അന്വേഷണത്തിലായിരുന്നു പോലീസ്. അതിനിടെ കുട്ടിയെ സ്കൂട്ടറിൽ കയറ്റിക്കൊണ്ടുപോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഇത് തട്ടിക്കൊണ്ടുപോകലാണ് എന്ന സംശയത്തിന് ബലമേറി. മാനന്തവാടി DYSPയുടെ നേതൃത്വത്തിൽ നടന്ന വ്യാപകമായ തിരച്ചിലിനൊടുവിലാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പടിഞ്ഞാറത്തറ സ്വദേശി ജിഹാസ് പിടിയിലാകുന്നത്. മാനന്തവാടി DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ആ ഒരു സമയത്ത് തന്നെ ആ ഭാഗത്തുള്ള CCTV ക്യാമറ പരിശോധിച്ചപ്പോൾ ഒരു സ്കൂട്ടർ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. നമ്മുടെ ഓഫീസേഴ്സ് എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ ആ ഒരു ചെറിയൊരു കളറും അതിൻ്റെ ഒരു മോഡലൊക്കെ കണ്ടപ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അവർ കളക്ട് ചെയ്തു. ആ രീതിയിൽ വാഹനം ഏതാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, പ്രതിയെ ഐഡൻറ്റിഫൈ ചെയ്തു. ഇവിടെ അതിനുശേഷം ആ പ്രതിയെക്കുറിച്ചുള്ള വിവരം ഇന്നലെ രാത്രിയാണ് നമുക്ക് ലഭ്യമാകുന്നത്. പിന്നെ പ്രതിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ നോക്കുന്ന സമയത്ത് അയാളുടെ കോഴിക്കോട് ഭാഗത്ത് ഉള്ളതായിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി. ഇയാൾ കഞ്ചാവ് കേസടക്കം വിവിധ കേസുകളിൽ പ്രതിയെന്നാണ് വിവരം. ആഭരണ മോഷണമായിരുന്നു ലക്ഷ്യമെന്നാണ് സൂചന. ബാംഗ്ലൂരിൽ ജോലി ചെയ്തു വരുന്ന ജിഹാസ് ഇടയ്ക്ക് മോഷണ ലക്ഷ്യത്തോടെ സ്കൂട്ടറിൽ കറങ്ങാറുണ്ടെന്നും പറയുന്നു. ഇതിനിടയിലാണ് പുലിക്കാട് വെച്ച് ഈ കുട്ടി ശ്രദ്ധയിൽപ്പെടുന്നത്. കമ്മൽ ഊരിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും കുട്ടി നിലവിളിച്ചു. തുടർന്ന് ശ്രമം ഉപേക്ഷിച്ച് 7 കിലോമീറ്റർ ദൂരമുള്ള തരുവണ പാലിയാണയിൽ കുട്ടിയെ വിടുകയായിരുന്നു എന്നാണ് വിവരം. ഒരു നാടിനെ 3 ദിവസമായി ആശങ്കയിൽ നിർത്തിയ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് നാട്ടുകാർക്കും പോലീസിനും ആശ്വാസമായി. ന്യൂസ് 18 വയനാട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.